ഗിൽബർട്ട് ഇന്ത്യൻ റെയിൽവേയിലെ ലോക്കോ പൈലറ്റ് ആയിരുന്നു. എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് പ്രസവത്തോടെ എന്റെ ഭാര്യ മരിച്ചു. ബാലാഹിയെപ്പോൾ സുന്ദരിയായ എന്റെ മോള് വരികയാണ്. അവളെ ഞാൻ താഴത്തും പടിയിലും വെക്കാതെ പൊട്ടുപോലെ വളർത്തി. വലിയ മോൾക്ക് ഞാൻ പപ്പ മാത്രമായിരുന്നില്ല, അവളുടെ പപ്പയും കളിക്കൂട്ടുകാരനും ഒക്കെ ഞാനായിരുന്നു. എന്റെ മോള് പഠിക്കുവാൻ മിടുക്കിയായിരുന്നു. ഉപരിപഠനത്തിനായി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന അവൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് സ്നേഹിച്ചു. പക്ഷേ അത് മാത്രം അവൾ എന്നോട് പറഞ്ഞില്ല. എന്നല്ലേ അതൊക്കെ നടക്കും. അവന്റെ പ്രലോഭനങ്ങളിൽ ചിലപ്പോൾ അവൾ വീട് കാണും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോളുടെ വിവാഹമായിരുന്നു. എന്റെ മോളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണവും ഒരു പണവാട്ടിയായി അവളെ അടിയിച്ചൊരുക്കാൻ കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളും അവൻ കൈക്കലാക്കി. ചതിയിലായിരുന്നു അവൻ. എന്റെ മോൾ ഊർജ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. ഞാൻ എന്റെ മോളെ അവളെ ഞാൻ ചവിട്ടി പുറത്താക്കി. കേട്ടില്ലായിരുന്നു പോയി, കേട്ടില്ലായിരുന്നു. അവൻ തെറ്റായി നൽകിയ വിലാസവുമായി അവനെ തേടി ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തൊക്കെ ഒരു പ്രാന്തിയെ പോലെ അവൾ അലഞ്ഞു. പപ്പ ആയിരുന്നിട്ടും ഞാൻ ഒരു കരുത്തും കാണിച്ചില്ല. തെറ്റായിപ്പോയി. ഒരു ദിവസം എന്റെ മോള് അവൾ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി ഞാൻ ഓടിച്ചിരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. എന്റെ മോളെ പേടിയ ഈ കാലുകൾ പാളത്തിൽ വെക്കാൻ, ഈ നിലത്ത് ചവിട്ടാൻ ശരിക്കും പേടിയോ. അവരുടെ ബാഗിൽ നിന്ന് അവന്റെ ഫോട്ടോ എനിക്ക് കിട്ടി. ഞാൻ അതുമായി അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നടക്കുകയല്ല, പായുകയായിരുന്നു. അവൻ എന്റെ കുട്ടിയിലേക്ക് വന്നുപെട്ടു. മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഉന്മത്തനായി എന്റെ മുന്നിലേക്ക് കടന്നു വന്ന അവനെ അവന്റെ തുടിക്കുന്ന നെറ്റിലേക്ക് ഞാൻ കരുതി വെച്ച് കടാറുകൊണ്ട് ആഴത്തോക്കെ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം?